നിങ്ങളുടെയൊക്കെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്റെ ഊപ്പാട് വന്നാലേ അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഇവിടെ വേലക്കാരി നിർത്തണമെന്ന്. അതേടാ, നിങ്ങൾ തന്നെ അത് പറയണം. എത്ര എത്ര വേലക്കാരികളെ നിർത്തിയിരുന്ന വീടായിരുന്നു ഇത്. ചിറയിലെ കോളനിയിലെ ഓമന ഒരു ഓമന അറപ്പുഴക്കാരിയായ ഒരു അമീന
അന്ന് ഓണ ദിവസം ഞാൻ ഫാൻസി ഡ്രസ് മത്സരത്തിൽ ഹനുമാന്റെ വേഷം കെട്ടിയിട്ട് എനിക്ക് 2ാം സമ്മാനം കിട്ടിയത്. അതാണ് കുഴപ്പമായത്. ഏത്? വേഷം കെട്ടാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേട്ടൻ 1ാം സമ്മാനം തന്നെ കിട്ടിയത്. നിന്റെ ഒരു വളിച്ച തമാശ. ഞാനൊരു കാര്യം പറഞ്ഞല്ലോ. ചെത്തി നടന്നൊരു ചെത്ത് പെണ്ണെ നീ ഇനി കോമഡി പറയല്ലേ. കൊച്ചിയിലുള്ളൊരു കൊച്ചു പെണ്ണെ അന്ന് നീ എന്നെ വളച്ചില്ലേ. അന്ന് തൊട്ട് എന്നെല്ലാം പറയാൻ നിന്നെ മാത്രം കണ്ടിട്ടുള്ളൂ ഞാൻ. നീ വന്നതോ ഇന്ന് മനസ്സിന് ഉല്ലാസം, ആനന്ദം, ആഘോഷം. I am very happy. എത്ര കാലമായി നമ്മളിങ്ങനെ നടിച്ചു പഠിച്ചിട്ട്. അയ്യോ, പ്രഭാകരന്റെ പുറത്താരും വന്നു തോന്നുന്നു. ആരും വന്നോ? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം. അകത്തിരിക്കാം. പിന്നെ സുസു, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ആരും അറിയരുത്. രക്ഷപ്പെട്ടു. ഇതാര്? എന്റെ സോമേട്ടനോ? നീ ഞാൻ സുഷമ. അല്ല, കനകം. കനകം. സോമേട്ടാ. കനകം. സോമേട്ടാ. കനകേട്ടോ. സോമ. കനകേട്ടോ. അവാര്യം. എന്തായാലും നീ ഇവിടെ വേലക്കാരായിട്ട് വന്നത് നന്നായി. എനിക്ക് നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കാലോ. എന്നോട് പേടിച്ചണ്ട. എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോഴല്ലേ. എനിക്കറിയാം ചേട്ടൻ എന്നോട് ഒട്ടും സ്നേഹമില്ല. അങ്ങനെ പറയുന്നത് കനകം. നിനക്ക് വേണ്ടി എന്നെ പെറ്റു വളർത്തിയവരെ പോലും ഉപേക്ഷിച്ച് വരാൻ ഞാൻ തയ്യാറാണ്. ചേട്ടന് വേണ്ടി ഞാൻ പെറ്റു വളർത്തിയവരെ പോലും ഉപേക്ഷിക്കാൻ ഞാനും തയ്യാറാണ്. അതൊക്കെ പോട്ടെ. എന്തൊക്കെയുണ്ട് കനകം പിന്നെ വിശേഷങ്ങൾ? ചേട്ടാ, നമ്മുടെ പ്രേമ വല്ലരി പൂത്തുലയുമോ? തൊലിയും കനകം, തൊലിയും. തൊലിയും. കനകം, കഴിഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഞാനും. നിന്നെ കണ്ട നാള് തൊട്ട് എന്റെ വിഷ വട്ടം കയറി പണമെല്ലാം പെരുങ്ങി ഊറ്റിക്കണേ. ഹോട്ടലിലും പാലറിലും കയറി കയറി വട്ടം കാശി തിന്നിരുന്ന ഓർമ്മയുമ്പോ കുടിച്ചിക്കണേ. നിന്നെ കണ്ട നാള് തൊട്ട് എന്റെ വിഷ വട്ടം കയറി പണമെല്ലാം പെരുങ്ങി ഊറ്റിക്കണേ. കണ്ടതൊക്കെ വാങ്ങി കൂട്ടിടേ. അന്ന് രാധമാത കീറി എന്റെ കളവൻ. ഇതാണ് എന്റെ അനിയന മകനകമ്മ. ഹായ് 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 ഹായ്. എന്റെ കാശിൽ മുടിപ്പിച്ച ലവ് വന്നോ. ഓമസേന. അയ്യോ അച്ഛൻ. എന്തെങ്കിലും ഉൾപ്പെടിക്കുന്നോടാ? എടാ മക്കളെ, നിങ്ങൾക്ക് 3ആൾക്കും വിവാഹപ്രായം പറ്റിയെന്ന് ഈ അച്ഛന് മനസ്സിലായടാ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ 3 പേര് നിങ്ങളുടെ അമ്മ ഇരട്ടപ്പെട്ടതാണ്. എന്താ കിട്ടിപ്പോയോ? എടാ മക്കളെ, നിങ്ങളുടെ 3 പേരുടെയും വിവാഹം ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് നടത്തണമെന്നാണ് ഈ അച്ഛൻ്റെ ആഗ്രഹം. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? ഞാനൊരു